നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ കിഷോർ. ആദ്യം പ്രധാന വാർത്തകൾ. ഒഴുകിറതേ இதயம் வரை നനകിറതേ ഉലാ പോകും മേഘം കന കാണുമേ വിഴ കാണുമേ വാനമേ ഇളയനില ഒഴുകിറതേ. അനശ്വരനാദം നിലച്ചു. ആരാധകരെ ആനന്ദലഹരിയിലാഴ്ത്താൻ ഇനി SPB ഇല്ല. ഇതിഹാസ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ അന്ത്യം ചെന്നൈയിലെ ആശുപത്രിയിൽ. സംസ്കാരം നാളെ രാവിലെ ചെന്നൈയിൽ. തലമുറകളെ പ്രചോദിപ്പിച്ച ഗായകനെന്ന് പ്രധാനമന്ത്രി. ലൈഫ് മിഷൻ ക്രമക്കേടിൽ കേസെടുത്ത് CBI. നടപടി വിദേശ സംഭാവന നിയന്ത്രണ ചട്ടപ്രകാരം. യൂണിടാക് ഉടമയെയും പ്രതിയാക്കി. സെക്രട്ടേറിയറ്റിൽ വിജിലൻസ് പരിശോധന. ലൈഫ് മിഷൻ പദ്ധതി രേഖകൾ പരിശോധിച്ചു. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയെന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് NIA. ചോദ്യം ചെയ്യൽ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷം. ചട്ടങ്ങൾ മറികടന്ന് ഖുറാനും ഈന്തപ്പഴവും എത്തിച്ച കേസിൽ ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ജലീലിന്റെ രാജിക്കായി ഇന്നും പ്രതിഷേധം. സംസ്ഥാനത്ത് ഇന്നും കൊറോണ ബാധിതരുടെ എണ്ണം 6000 കടന്നു. രോഗം സ്ഥിരീകരിച്ച് 6477 പേർക്ക്. 6131 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 22 മരണം കൂടി. UAEയിൽ കൊറോണ ബാധിതരുടെ എണ്ണം ഇന്നും 1000 കടന്നു. കുവൈറ്റിൽ 590 പേർക്ക് കൂടി കൊറോണ ബാധ. ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് 3 ഘട്ടമായി. ജനവിധി ഒക്ടോബർ 28, നവംബർ 3, 7 തീയതികളിൽ. വോട്ടെണ്ണൽ നവംബർ 10. തെരഞ്ഞെടുപ്പ് കൊറോണ മാനദണ്ഡ പ്രകാരം. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ല. കർഷക ബില്ലിന്റെ പേരിൽ പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷം ഭരിച്ചപ്പോൾ കർഷകർക്ക് വാഗ്ദാനം മാത്രമാണ് നൽകിയത്. പാർലമെന്റ് പാസാക്കിയ നിയമം കർഷകരുടെ സമഗ്ര വികസനത്തിന്. 1 ലക്ഷം കോടി രൂപ രാജ്യത്തെ 10 കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയെന്നും ദീനദയാൽ ഉപാധ്യായ ജന്മവാർഷികത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ISൽ ചേർന്ന മലയാളി ഭീകരൻ സുബാനി കുറ്റക്കാരൻ. സുബാനി കുറ്റക്കാരനെന്ന് വിധിച്ചത് കൊച്ചി NIA കോടതി. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. കേരളം കേന്ദ്രമാക്കി പ്രവർത്തിച്ച അൽ-ഖ്വയ്ദ ഭീകരൻ ബംഗാളിൽ NIA പിടിയിൽ. ഇനിയില്ല സംഗീത വിസ്മയം. ആരാധകരെ കണ്ണീരിലാഴ്ത്തി SPB വിടവാങ്ങി. ഇതിഹാസ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ അന്ത്യം ചെന്നൈയിലെ ആശുപത്രിയിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഓഗസ്റ്റ് 5 മുതൽ കൊറോണ ബാധിച്ച് ചികിത്സയിലായിരുന്നു. പിന്നീട് കൊറോണ മുക്തനായെങ്കിലും ആരോഗ്യസ്ഥിതി വീണ്ടും മോശമാവുകയായിരുന്നു. വൈകിട്ട് വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. നാളെ രാവിലെ ചെന്നൈ താമരപ്പൊക്കത്ത് സംസ്കാരം നടക്കും. ഇന്ത്യൻ സംഗീതത്തിന് മധുരതരമായ ശബ്ദത്തെയാണ് നഷ്ടമായതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. തലമുറകളെ പ്രചോദിപ്പിച്ച ശബ്ദമായിരുന്നു SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെതെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. മധുരമായ ആ ശബ്ദവും സംഗീതവും പതിറ്റാണ്ടുകളായി ആസ്വാദക മനസ്സിലുണ്ടെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ വേർപാട് സംഗീത ലോകത്തെ തീരാ നഷ്ടമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മനുഷ്യസ്നേഹിയും സംഗീതത്തിനായി ആത്മാർപ്പണം നടത്തിയ പ്രതിഭയുമായിരുന്നുവെന്നും ഓർമ്മകൾ പങ്കുവച്ച് കൈതപ്രം പറഞ്ഞു. അപ്പോൾ ഒന്ന് എല്ലാം തുറന്നു പറയുന്ന ശുദ്ധനായ മനുഷ്യനാണ്. ആ ശുദ്ധിയിൽ ഒരു കളങ്കവുമില്ല. ശുദ്ധമായതേ പറയുള്ളൂ. അശുദ്ധമായ ഒരു കാര്യം അയാൾ പറയില്ല.
അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, മനുഷ്യസ്നേഹിയാണ്, ഗായകനാണ്, സംഗീത സംവിധായകനാണ്, എല്ലാം ഉണ്ട്. അദ്ദേഹം തമിഴിലേക്ക് വരുന്ന ആ കാലത്തെ പറ്റി ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം ഇങ്ങനെ തമിഴ്നാട്ടിൽ താമസിക്കുന്ന സമയത്താണ്. അപ്പോൾ സിനിമ കാണാനൊക്കെ പോകും, അത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് ഒരു ദിവസം SPB അടുത്ത് ചെന്നു. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അടുത്ത് വച്ചാനിച്ച് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാട്ട് പാടാറുണ്ടോ അങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു. ഏത് പാട്ട് അറിയും എന്ന് ചോദിച്ചപ്പോൾ ഒരു ഹിന്ദി പാട്ട് പാടി അദ്ദേഹം. തമിഴ് തിരിയുമോ ചോദിച്ചപ്പോൾ തമിഴ് പാട്ട് അദ്ദേഹം നിന്നിടം മയങ്ക അങ്ങനെ പാട്ടില്ലേ, PV ശ്രീനിവാസൻ്റെ, അത് പാടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഭാസ്കര പാട്ടുകാരനാണ്, പക്ഷേ തമിഴ് ശരിയാവണം കുറച്ചുകൂടി. തമിഴ് ശരിയായില്ലെങ്കിൽ എങ്ങനെ പാടിയാലും ഇവിടുത്തെ ആൾക്കാർക്ക് സമ്മതിക്കില്ല. ശരി എന്ന് പറഞ്ഞു. പിന്നെ കാണാനേ പോയില്ല പുള്ളി അവിടെ തന്നെ താമസിച്ചു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് MSVയെ കണ്ടു. സംഗീത ലോകത്തെ അപൂർവ വ്യക്തിത്വമായിരുന്നു SPB എന്ന ഗായകൻ G. വേണുഗോപാൽ. SPBയുടെ സ്മരണകൾ ജനം TVയോട് പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. 30 വർഷം ആയിട്ട് നിറഞ്ഞ് നിന്ന് തെന്നിന്ത്യൻ സംഗീത രംഗം മുഴുവൻ സ്വന്തം ശബ്ദം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഗായകൻ. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഒരിക്കലും റിട്ടയർ ചെയ്ത ഒരു പാട്ടുകാരൻ്റെ ഭൗതികമായ അഭാവമല്ല. ഇന്നും ചെറുപ്പക്കാരുടെ കൂടെ സജീവമായി സ്റ്റേജിലാണെങ്കിലും അതുപോലെ റെക്കോർഡിംഗ് മൈക്രോഫോണിന് മുന്നിലും പാടുന്ന ഏറ്റവും തിരക്കുള്ള, അതുപോലെ 70 വയസ്സ് കഴിഞ്ഞ പാട്ടുകാരുടെ ലീഗിൽ ഇത്ര ക്ലിയറായിട്ട്, ഇത്ര പെർഫെക്റ്റായിട്ട്, ഇത്ര അനായാസം ആയിട്ട് പാടുന്ന ഒരു പാട്ടുകാരൻ്റെ തെന്നിന്ത്യയിൽ ഒരുപക്ഷെ പാൻ ഇന്ത്യൻ ഒരു വോയിസ് എന്ന് പറയാം. അങ്ങനെ 4 തലമുറകൾക്കായി പാടിയ SPB 7 തലമുറകളിൽ ജീവിക്കുമെന്ന് കമൽഹാസൻ. മറക്കാനാവുന്നതല്ല ആ ജീവിതമെന്നും അദ്ദേഹം അനുസ്മരിച്ചു. SPBയുടെ ശബ്ദവും സംഗീതവും എന്നും തനിക്കൊപ്പം ഉണ്ടാകുമെന്നും രജനീകാന്ത് പറഞ്ഞു. வெகு சில பெருங்கலைஞர்களுக்கே தாம் வாழும் காலத்திலேயே அவர் திறமைக்கு தகுந்த புகழ் கிடைக்கும். அப்புகழ் கிடைக்க பெற்றவர் என் உடன்பிறவா அண்ணன் திரு SPB அவர்கள். நாடு தழுவிய புகழ் மழையில் நனைத்தபடியே அவரை வழியனுப்பி வைத்த அவரின் அத்தனை ரசிகர்களுக்கும் அவர்களில் ஒருவரான என் சிரம் தாழ்ந்த வணக்கங்கள். அவர் இன்னைக்கு ரொம்ப சோகமான நாள். கடைசி நிமிஷம் வரைக்கும் உயிருக்காக போராடி மதிப்புக்குரிய SPB அவர்கள் நம்மளை விட்டு பிரிஞ்சிருக்காங்க. அவருடைய பிரிவு மிகுந்த வேதனையும் அதிர்ச்சியும் அளிக்கிறது. SPB அவர்களுடைய பாட்டுக்கும் அவருடைய குரலுக்கும் ரசிகர்கள் இல்லாதவர்களே இந்தியாவில் இருக்க மாட்டாங்க. அவருக்கு தெரிஞ்சவங்க அவருடைய பாட்டை விட, அவருடைய குரலை விட அவரே நிறைய நேசிச்சாங்க. அதுக்கு காரணம் அவருடைய மனித நேயம். அவர் எல்லாரையும் சின்னவங்க பெரியவங்க பார்க்காம മരിച്ചാங்க. UAEയിൽ പ്രതിദിന കൊറോണ രോഗബാധിതരുടെ എണ്ണം തുടർച്ചയായ 3-ാം ദിവസവും 1000 കടന്നു. 24 മണിക്കൂറിനിടെ 1008 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. UAEയിൽ 24 മണിക്കൂറിനിടെ 1008 പേർക്ക് കൂടി പുതിയതായി രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ രോഗബാധിതരായവരുടെ എണ്ണം 89,540 92,000 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധന നടത്തിയത്. രാജ്യത്ത് ഇതുവരെ 90 ലക്ഷത്തിലേറെ പേർക്ക് രോഗപരിശോധന നടത്തിയതായി അധികൃതർ പറഞ്ഞു. 882 പേർ കൂടി സുഖം പ്രാപിച്ചു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 78,819 ഉയർന്നു. 2 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 409. നിലവിൽ ചികിത്സയിലുള്ളവർ 10,312 ഇത് 4-ാം തവണയാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1000 കടക്കുന്നത്. രാജ്യത്ത് അടുത്ത ദിവസങ്ങളിലായി രോഗികളുടെ എണ്ണം കൂടാൻ കാരണം സുരക്ഷാ മുൻകരുതലുകൾ അവഗണിക്കുന്നതാണെന്ന് അധികൃതർ വ്യക്തമാക്കി. സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുക, മാസ്ക് ധരിക്കാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ വ്യാപകമായി നടന്നുവരുന്നു. എല്ലാവരും സുരക്ഷാ മുൻകരുതലുകൾ
പാലിക്കണം. സാമൂഹ്യ അകലം പാലിക്കുകയും കൂട്ടായ്മകളും സംഗമങ്ങളും ഒഴിവാക്കുകയും വേണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 10 ശേഷം 5 മടങ്ങ് രോഗികൾ വർദ്ധിച്ചതായി ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ ഫരീദ ഹൊസനി അറിയിച്ചിരുന്നു. ഇതിൽ 88% പേർക്കും രോഗം ബാധിച്ചത് പാർട്ടികൾ, അനുശോചന പരിപാടികൾ തുടങ്ങിയ കൂട്ടായ്മകളിൽ നിന്നും ക്വാറന്റൈൻ പ്രോട്ടോകോൾ ലംഘിച്ചത് മൂലമാണ്. ജനം, ദുബായ്. കുവൈറ്റിൽ പുതുതായി 590 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,02,441 ചികിത്സയിലായിരുന്ന 601 പേർ ഉൾപ്പെടെ ആകെ 93,562 പേർ രോഗമുക്തി നേടി. 3 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 595 നിലവിൽ 8,284 രോഗികളാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 111 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. കൊറോണ PCR പരിശോധനാ ഫീസ് അബുദാബിയിലും ദുബായിലും 180 ദിർഹമാക്കി കുറച്ചു. ഈ മാസം 2ാം തവണയാണ് ഫീസ് കുറയ്ക്കുന്നത്. കൊറോണ PCR പരിശോധനാ ഫീസ് അബുദാബിയിലും ദുബായിലും 370 ദിർഹമായിരുന്നത് 2 ആഴ്ച മുൻപാണ് 250 ദിർഹമാക്കി ചുരുക്കിയത്. അതിർത്തി കടന്നുള്ള യാത്രയ്ക്ക് 48 മണിക്കൂറിനുള്ളിൽ ലഭിച്ച PCR DPI നെഗറ്റീവ് ഫലം നിർബന്ധമാക്കിയതോടെ കൂടുതൽ പേർ ഇതെടുക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. DPI പരിശോധനയ്ക്ക് ഫീസ് നിരക്ക് 50 ദിർഹമാണെങ്കിലും മുൻകൂട്ടി അപേക്ഷിച്ച് ലഭിക്കുന്ന ദിവസം മാത്രമാണ് അനുമതി. പെട്ടെന്ന് അബുദാബിയിലേക്കും തിരിച്ചും യാത്രകൾ ആവശ്യമായി വരുന്നവർക്ക് ആശുപത്രികളിലും മറ്റ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും എത്തി PCR പരിശോധന നടത്തൽ മാത്രമായിരുന്നു പോംവഴി. എന്നാൽ ഇതിന്റെ ഭാരിച്ച ഫീസ് നിരക്ക് കാരണം പലർക്കും തുടർച്ചയായുള്ള യാത്രകളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഫീസ് നിരക്ക് പകുതിയോളം കുറച്ചത് യാത്രക്കാർക്ക് വലിയ സഹായമായിരിക്കുകയാണ്. PCR പരിശോധനയ്ക്കായി മുൻകൂട്ടി അപേക്ഷിക്കേണ്ടതില്ല എന്നതും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അബുദാബിയിൽ റോഡ് മാർഗം എത്തുന്ന സന്ദർശകർക്കും താമസക്കാർക്കും 6 ദിവസത്തിലൊരിക്കൽ PCR പരിശോധന നിർബന്ധമാണ്. ജനം, അബുദാബി. ലൈഫ് മിഷൻ ക്രമക്കേടിൽ CBI കേസെടുത്തു. കൊച്ചി കോടതിയിൽ റിപ്പോർട്ട് നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടപ്രകാരമാണ് കേസെടുത്തത്. വിദേശ നാണ്യ ചട്ടവിനിമയ ലംഘനം നടന്നതായ പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ കരാർ ക്രമക്കേടിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ടെന്ന് CBI അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി പരാതി ഉയരുകയും CBI അന്വേഷണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്കായി വിദേശ ആഭ്യന്തര മന്ത്രാലയങ്ങളുടെ അനുമതിയില്ലാതെ നേടിയ 20 കോടിയിൽ 4 കോടി രൂപയും പലരുടെ കമ്മീഷനായി പോയെന്നാണ് കണക്കാക്കുന്നത്. വടക്കാഞ്ചേരിയിലെ 2.17 ഏക്കറിൽ 140 ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനാണ് ലൈഫ് മിഷൻ സിഇഒയും UAE റെഡ് ക്രസന്റും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ലൈഫ് മിഷൻ ഇടപാടിലെ ഫയലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചീഫ് സെക്രട്ടറിയിൽ നിന്നും ലൈഫ് മിഷൻ സിഇഒയിൽ നിന്നും തേടിയിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് മിനിറ്റ്സ് ഉൾപ്പെടെ നൽകിയിരുന്നില്ല. ജനം, കൊച്ചി. ലൈഫ് മിഷൻ പദ്ധതിയിൽ കേസെടുത്തതിന് പിന്നാലെ CBIയെ വിമർശിച്ച് CPM. കേസ് അസാധാരണവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് CPMന്റെ ആരോപണം. കോൺഗ്രസ് MLAയുടെ പരാതിയിൽ കേസെടുത്തതിനെയും CPM വിമർശിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടിൽ മുഖ്യമന്ത്രിയിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നുറപ്പായതോടെയാണ് CBIയെ കടന്നാക്രമിച്ച CPM രംഗത്ത് വന്നിരിക്കുന്നത്. CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM വിമർശിക്കുന്നു. കോൺഗ്രസ് MLAയുടെ പരാതിയിൽ കേസെടുത്ത CBI നടപടി അസാധാരണമാണ്. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുമ്പോഴോ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലോ ആണ് CBI കേസെടുക്കുന്നത്. ഇപ്പോൾ നടന്നിരിക്കുന്നത് നിയമവിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണെന്നും CPM വിമർശിക്കുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ CBIയെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ് ഇവിടെ CBIയുടെ സ്തുതിപാഠകരാകുന്നുവെന്നാണ് മറ്റൊരു വിമർശനം. ലൈഫ് മിഷൻ പദ്ധതിയിൽ മറയ്ക്കാനൊന്നുമില്ലെന്ന മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് CBIക്കെതിരെ CPM പരസ്യമായി രംഗത്ത് വരുന്നത്. ലൈഫിന്റെ മറവിൽ നടന്ന ഇടപാടുകൾ പുറത്തേക്ക് വരുന്നതോടെ സർക്കാരിനുണ്ടാകുന്ന തിരിച്ചടി മുന്നിൽ കണ്ടാണ് പ്രതിരോധം തീർക്കാനുള്ള CPMന്റെ ശ്രമം. ജനം, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് NIA. ഒരു മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. ഇതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യണമെന്നും NIA റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കിയ സ്വപ്ന സുരേഷിനെ അടുത്ത മാസം 8 വരെ റിമാൻഡ് ചെയ്തു. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റണമെന്ന സ്വപ്നയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. വിദേശത്തുള്ള പ്രതികൾക്കായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ തുടരുകയാണെന്നും NIA കോടതിയിൽ അറിയിച്ചു. നാളെ CPM സംസ്ഥാന സമിതി ചേരാനിരിക്കെ സ്വർണ്ണക്കടത്തിൽ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത
മന്ത്രി KT ജലീൽ AKG സെന്ററിലെത്തി കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ജലീൽ ചോദ്യം ചെയ്യലിന് ഒളിച്ചുപോയതിനെ കാനം വിമർശിച്ചിരുന്നു. തന്റെ ഭാഗം വിശദീകരിക്കാനാണ് ജലീൽ എത്തിയതെന്നാണ് സൂചന. അമേരിക്ക തെരഞ്ഞെടുപ്പ് ചൂടിൽ. നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ നിന്നും ജനം TV പ്രതിനിധി സിജി വൈലോപ്പിള്ളി തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിൽ അമേരിക്ക തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് കാരോലൈനയിലെ ഷാർലറ്റ് എന്ന നഗരത്തിലാണ്. നോർത്ത് കാരോലൈനയുടെ ചരിത്രം പരിശോധിച്ചാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോട്ട എന്ന പേരിലാണ് ഈ ഒരു സംസ്ഥാനം അറിയപ്പെടുന്നത്. 1976 മുതൽ തുടർച്ചയായി ഇവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ജയിക്കുന്നത്. ഷാർലറ്റിൽ വെച്ചാണ് ഇക്കൊല്ലം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ നടന്നത്. പ്രസിഡന്റ് ട്രംപ് സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തത് ഇവിടെ വെച്ചാണ്. ഒരു പ്രാവശ്യം മാത്രമാണ് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ ചരിത്രത്തെയും ഇഷ്ടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. അത് ബരാക് ഒബാമയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇപ്രാവശ്യം അതികഠിനമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം 13 സീറ്റുകളിൽ 10 റിപ്പബ്ലിക്കൻസ് നേടിയതുകൊണ്ട് ഇക്കൊല്ലം ഇവിടെ ജയിച്ചേ അടങ്ങൂ എന്നൊരു വാശിയോടെ ഡെമോക്രാറ്റുകൾ രംഗത്തുണ്ട്. ഉയർന്ന കോവിഡ് നിരക്ക്, തൊഴിലില്ലായ്മ, വിദ്യാലയങ്ങൾ അടച്ചിടൽ, വംശീയത എന്നിവയെല്ലാം തന്നെ പ്രസിഡന്റ് ട്രംപിനെതിരെ പ്രയോഗിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധങ്ങളാണ്. അതുമാത്രമല്ല, നോർത്ത് കാരോലൈനയിലെ യാഥാസ്ഥിതികരായ വോട്ടർമാരിൽ മാത്രം ശ്രദ്ധയൂന്നാതെ പുതിയ തലമുറയിലെ വോട്ടർമാർക്കിടയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനാണ് ഡെമോക്രാറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത്. ചരിത്രം വീണ്ടും വഴിമാറി ജോ ബൈഡനെ പ്രസിഡന്റായി ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് ഡെമോക്രാറ്റുകൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്തരം പ്രചരണ ആയുധങ്ങൾക്ക് മുമ്പിൽ ഒട്ടും പതറാതെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അനുയായികൾ നിലകൊള്ളുന്നത്. ചൈനയ്ക്ക് എതിരെ പ്രസിഡന്റ് ട്രംപ് എടുത്ത നടപടി, ഇസ്രായേലും അറബ് രാജ്യങ്ങളുമായുമുള്ള സമാധാന കരാറുകൾ എന്നിവയെല്ലാം തന്നെ ഒരു നേതാവ് എന്ന നിലയിൽ ട്രംപിനെ കൂടുതൽ ജനസമ്മതനാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കരുത്തനായ ഒരു നേതാവിനെയാണ് അവർ അദ്ദേഹത്തിൽ കാണുന്നത്. എന്തായാലും കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഉദ്വേഗഭരിതമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് അമേരിക്ക നേരിടാനായി പോകുന്നത്. ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ജനം അമേരിക്കയ്ക്ക് വേണ്ടി സിജി വൈലോപ്പിള്ളി. ബഹിരാകാശ ഗവേഷകർക്ക് കൗതുകമായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് 27,000 മൈൽ അകലെയായി ഒരു ചെറിയ ചന്ദ്രനെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. മിനി മൂണിനെ കുറിച്ച് അമേരിക്കയിലെ ഹൗസ്റ്റണിൽ നിന്ന് കൃഷ്ണജാക്കുറുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു അദ്ഭുത പ്രതിഭാസമായ മിനി മൂൺ ഭൂമിയിൽ നിന്നും 27,000 മൈൽ അകലെ കാണപ്പെട്ടിരിക്കുന്നു. മിനി മൂൺ രൂപപ്പെടുന്നത് ഏതെങ്കിലും ആസ്ട്രോയിഡ്സ് അഥവാ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കണ്ടുവരുമ്പോഴാണ്. എന്നാൽ ആസ്ട്രോയിഡ്സ് 2020 SO എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രതിഭാസം ഒരു ന്യൂമോൺ അല്ല എങ്കിൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് തിരികെ വരുന്ന പഴയ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ അവശിഷ്ടങ്ങൾ ആയിരിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസിന്റെ ഡയറക്ടർ ഡോക്ടർ പോൾ ചോദസ് ഈ വസ്തു 1960 നിന്നുള്ള ഒരു പഴയ ബൂസ്റ്റർ റോക്കറ്റാണെന്ന് വിശ്വസിക്കുന്നു. ആസ്ട്രോയിഡ്സിന്റെ ചലനം ഡോക്ടർ ചോദസ് വിശകലനം ചെയ്തപ്പോൾ അത് 1966 സെപ്റ്റംബർ 20 നടന്ന ലൂണാർ മിഷനായ സർവോയർ 2ന്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടതാണെന്ന് സംശയിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ 2020 SO ശരിക്കും ഒരു റോക്കറ്റ് ബോഡി ആണോ അതോ മിനി മൂൺ ആണോ എന്നതിന്റെ സൂചന ലഭിക്കും. സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ നിന്നും ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്ക് റോക്കറ്റ് ഡെബ്രി എത്തുന്നത് അത്യപൂർവമാണ്. ശാസ്ത്രലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ ദിനത്തിനു വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഹ്യൂസ്റ്റണിൽ നിന്നും കൃഷ്ണജാക്കുറുപ്പ്, ജനം TV. കേരളത്തിൽ നിരവധി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പ്രവാസികളുടെ കൂട്ടായ്മയായ വെൽസോൺ വെൽനസ് LLP ഭാരതീയ ഗ്രാമവികാസ് സങ്കല്പം യാഥാർത്ഥ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. കേരളത്തിൽ നിരവധി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പ്രവാസികളുടെ കൂട്ടായ്മയായ വെൽസോൺ വെൽനസ് LLP കേരളത്തിലെ ആദ്യത്തെ വെൽനസ് ഓറിയന്റഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ വെൽസോൺ വെൽനസ് LLP ഭാരതീയ ഗ്രാമവികസന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിനും അതിലൂടെ ഉപഭോക്താക്കൾക്ക് ആരോഗ്യത്തിന് ഹിതകരമായ ഭക്ഷ്യവസ്തുക്കളും മറ്റ് ഗാർഹിക ഉപയോഗ സാധന സാമഗ്രികളും ന്യായമായ വിലയിൽ അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിക്കുന്നതിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംരംഭമാണ്. സ്വാശ്രയ ഭാരതം എന്ന മഹത്തായ സ്വപ്ന സാക്ഷാത്കാരത്തിന് വെൽസോൺ എന്ന അതിനൂതന ഓൺലൈൻ സംരംഭം അവസരം നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കേരളത്തിൽ എല്ലായിടത്തും സ്റ്റോക്കിസ്റ്റുകൾ, ഗ്രോവേഴ്സ്, ഡെലിവറി പേഴ്സൺ എന്നിവരെ ഉടൻ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ www.welson.in എന്ന വെബ്സൈറ്റിലൂടെ വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്റ്റോക്കിസ്റ്റുകൾക്ക് കുറഞ്ഞത് 3 അതിൽ കൂടുതലോ പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കണം. ഗ്രോവേഴ്സ്
പ്രകൃതിദത്തമായ കൃഷിയിലൂടെ പച്ചക്കറികൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, മറ്റ് എല്ലാ ഗാർഹിക വസ്തുക്കൾ വീടുകളിലോ ചെറുകിട വ്യവസായ സംരംഭമായോ നിർമ്മിച്ച് നൽകുന്നവരോ വിതരണം ചെയ്യുന്നവരോ ആയിരിക്കണം. ഡെലിവറി പേഴ്സൺ, ഓട്ടോറിക്ഷ തുടങ്ങിയ ഇടത്തരം വാഹനങ്ങൾ സ്വന്തമായുള്ളവരും പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും ആയിരിക്കണം. ഓരോ പഞ്ചായത്ത് സ്റ്റോക്കിസ്റ്റിന്റെ കീഴിലും കുറഞ്ഞത് 5 പേരെ വീതമാണ് ആവശ്യമുള്ളത്. ജനം, റിയാദ്. കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ പരമ്പരാഗത രീതിയിലുള്ള ശവസംസ്കാരം നിർത്തിവച്ചതിൽ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദിയും BJPയും. ചർച്ചയ്ക്ക് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂവെന്ന കോർപ്പറേഷന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു ശ്മശാന പരിസരത്തെ പ്രതിഷേധം നടന്നത്. കോർപ്പറേഷൻ ഉത്തരവിനെതിരെ ശ്മശാന തൊഴിലാളികളും രംഗത്ത് വന്നു. ഇതിനിടെ 3ഓളം മൃതദേഹങ്ങൾ സംസ്കാരത്തിനായെത്തി. എന്നാൽ കോർപ്പറേഷൻ ഉത്തരവുള്ളതിനാൽ ശവസംസ്കാരം നടത്താനാവില്ലെന്ന് തൊഴിലാളികളും അറിയിച്ചു. കോർപ്പറേഷൻ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ മൃതദേഹവുമായി മാവൂർ റോഡ് ഉപരോധിക്കുമെന്ന് സമരക്കാർ വ്യക്തമാക്കി. ഇതിനിടെ സംസ്കാരത്തിനായി മൃതദേഹവുമായി എത്തിയ ആളുകൾ രോഷാകുലരായി പോലീസിനെതിരെ തിരിഞ്ഞു. തുടർന്ന് കോർപ്പറേഷൻ ഹെൽത്ത് സൂപ്രണ്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. പരമ്പരാഗത രീതിയിൽ സംസ്കാര ചടങ്ങ് തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹിന്ദു സംഘടനകളുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് ഉറപ്പു നൽകി. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മൃതദേഹങ്ങൾ ആചാരപൂർവ്വം സംസ്കരിക്കുകയും ചെയ്തു. ജനം, കോഴിക്കോട്. പാർലമെന്റ് പാസാക്കിയ കർഷക നിയമം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രതിപക്ഷം ഭരിച്ചപ്പോൾ കർഷകർക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയത്. 1 ലക്ഷം കോടി രൂപ രാജ്യത്തെ 10 കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയെന്നും ദീനദയാൽ ഉപാധ്യായ ജന്മവാർഷികത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. किसान और श्रमिक के नाम प्रदेश में, राज्यों में अनेकों बार सरकारें बनी, लेकिन उन्हें मिला क्या? सिर्फ वादों और कानूनों का एक उलझा हुआ जाल, एक ऐसा जाल जिसको ना तो किसान समझ पाता था और न ही मेरा श्रमिक भाई बहन समझ पाते थे. किसानों को ऐसे कानूनों में उलझा कर रखा गया जिसके कारण वो अपनी ही उपज को अपने मन मुताबिक बेच भी नहीं सकता था. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി നടക്കും. അടുത്ത മാസം 28-ന് ആദ്യഘട്ടവും 2ാം ഘട്ടം നവംബർ 3-നും അവസാനഘട്ട വോട്ടിംഗ് നവംബർ 7-നും നടക്കും. നവംബർ 10-നാണ് വോട്ടെണ്ണൽ. ചവറ, കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനം 29-ന് ചേരുന്ന യോഗത്തിലുണ്ടാകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ അറിയിച്ചു. 2015-ൽ 5 ഘട്ടമായാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടന്നതെങ്കിൽ ഇക്കുറി അത് 3 ഘട്ടമായി ചുരുക്കി. മാവോയിസ്റ്റ് സ്വാധീന മേഖലകൾ ഉൾപ്പെടുന്ന 71 മണ്ഡലങ്ങളിലാണ് ഒക്ടോബർ 28-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. നവംബർ 3-ന് 94 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. നവംബർ 7-ന് നടക്കുന്ന അവസാന ഘട്ടത്തിൽ 78 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ എന്ന നിലയിൽ വോട്ടിംഗ് സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു. തെരഞ്ഞെടുപ്പിനായി 7 ലക്ഷം സാനിറ്റൈസറുകളും 46 ലക്ഷം മാസ്കുകളും 6 ലക്ഷം PPE കിറ്റുകളും ഒരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ അറിയിച്ചു. More than 7 lakh units of hand sanitizers, about 46 lakh masks, about 6 lakh PPE kits, 7.6 lakh units of face shields, about 23 lakh hand gloves have been arranged. For the voters, there is 77.2 crore single-use hand gloves have been specifically arranged when they press the EVM, etc. As per reports received from the field units and collated by CEO Bihar, there were about 18.87 lakh migrants across 38 districts of Bihar. Out of these, 16.6 lakh were eligible to vote, being more than 18 years. 13.93 lakh had their names already on the rolls. During the process of continuous updation, 2.3 lakh voters were registered and the process of updation is still on. കൊറോണ ബാധിതർക്ക് പോസ്റ്റൽ വോട്ടുകൾ അനുവദിക്കും.
വീട് കയറിയുള്ള പ്രചരണത്തിന് 5 പേർക്കേ അനുമതിയുള്ളൂ. വാഹന പ്രചരണത്തിൽ പരമാവധി 2 വാഹനങ്ങൾ മാത്രമായിരിക്കും. നാമനിർദ്ദേശ പത്രികകൾ ഓൺലൈനായി സമർപ്പിക്കാം. കൊറോണ വ്യാപനം രൂക്ഷമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുക എന്ന ഭാരിച്ച ദൗത്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ഏറ്റെടുക്കുന്നത്. കൊറോണ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വെല്ലുവിളിയാകും. ഡൽഹിയിൽ നിന്ന് ഉണ്ണിയേക്കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. പ്രവാസി നേരം പൂർണ്ണമാകുന്നു.